ഹായ്, ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ SCERT പാഠപുസ്തകത്തിന്റെ സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സീരീസിലെ അടുത്ത ഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ രണ്ടാമത്തെ ഭാഗം സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചാപ്റ്ററിൻ്റെ പേര് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളം, കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ രൂപം കൊണ്ടത്. ഈ രീതിയിലുള്ള ചരിത്രമാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കി, ആദ്യം എന്താണ് ദക്ഷിണേന്ത്യ എന്നറിയാവോ നിങ്ങൾക്ക്? അത് ആദ്യം മനസ്സിലാക്കി വെച്ചോളാം. നോക്കാം. അതായത് നമ്മുടെ തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളില്ലേ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക, തമിഴ്നാട്, അതേപോലെ തന്നെ കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഇത്രയും സംസ്ഥാനങ്ങളിലെ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ആ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ? കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. കിട്ടുമല്ലോ. ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുക, ദക്ഷിണേന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് വരുന്നതെന്ന്. ദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താ? തെക്കാണല്ലേ. അപ്പോൾ തെക്കെന്ന് പറയുന്ന ഭാഗത്തുള്ള സംസ്ഥാനങ്ങളാണല്ലോ ഇതൊക്കെ. ഇത് കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പുതുച്ചേരി, ലക്ഷദ്വീപ്, ഇതൊക്കെ കൂട്ടിച്ചേർത്താലാണ് നമ്മൾ എന്ത് പറയുന്നത്? ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. കിട്ടുമല്ലോ. അപ്പോൾ ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് രൂപം കൊണ്ട് നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം നോക്കാനുള്ളത് മഹാശിലായുഗ സ്മാരകങ്ങളും മഹാശിലായുഗം എന്താന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടേക്ക് പരിചയപ്പെട്ട് പോകാനുള്ളത്. അതായത് എന്താ മഹാശിലായുഗം എന്നാദ്യം പരിചയപ്പെടുന്നു. കരിങ്ങനെ കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. ഏതൊക്കെയാ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ തുടങ്ങിയവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ കരിങ്കല്ലിനും ചെങ്കല്ലായിരിക്കും ഉണ്ടാവുക. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതൊക്കെയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതാണ് എക്സാമ്പിൾസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വലിയ ശിലകൾ അല്ലെങ്കിൽ ശിലാപാളികൾ ഇവ കൊണ്ട് നിർമ്മിച്ചവയെ കൊണ്ടാണ് എന്ത് പറയുന്നത്? ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. മഹാശില, വലിയ ശിലകൾ, ആ രീതിയിൽ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിർമ്മിക്കപ്പെട്ട കാലഘട്ടം ഉണ്ടല്ലോ, ആ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെ നമുക്കെന്ത് വിളിക്കാം? മഹാശിലായുഗം എന്ന് വിളിക്കാം. അപ്പോൾ മഹാശില എന്ന് പറഞ്ഞാൽ വലിയ ശിലകൾ, അത് നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ തെളിവുകൾ, അതായത് മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ നമുക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാൻ പറ്റുക. അതിൽ നമ്മൾ കേരളത്തിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി. മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, ഈ സ്ഥലങ്ങളാണ് കേരളത്തിൽ നമുക്ക് ആ രീതിയിലെ തെളിവുകൾ ലഭിക്കുന്ന സ്ഥലം. എന്നുവെച്ചാൽ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആദിച്ചനെല്ലൂർ, കർണാടകയിലാണെങ്കിൽ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ നാഗാർജുന കൊണ്ട, ഇതൊക്കെയാണ് എന്ത്? പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുക. കേരളത്തിൽ ഏതൊക്കെയാ? മറയൂർ, ചെരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്ന പ്രദേശങ്ങൾ. തമിഴ്നാട്ടിലോ ആദിച്ചനെല്ലൂർ, കർണാടകയിലോ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലോ നാഗാർജുന കൊണ്ട. ഇത്രയും പ്രദേശങ്ങളൊക്കെ പേരൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഏതൊക്കെ സംസ്ഥാനങ്ങൾ എന്നുള്ള കാര്യവും ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാ നോക്കി. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന് പുറമേയുള്ള എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. അതേപോലെ തന്നെ മൊത്തത്തിലൊന്ന് പരിചയപ്പെട്ടു പോകാം. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഏതൊക്കെയാ? തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ. കിട്ടിയല്ലോ. അടുത്ത കാര്യം, മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കണ്ട പിക്ചർ മൊത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചുള്ള ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ മൃതശരീരാവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും? അടക്കം ചെയ്യും ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി വെച്ചുള്ള. പിന്നെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഇവയെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മഹാശിലാ സ്മാരകം എന്ത് തന്നെയാണ്? ഇരുമ്പ് യുഗമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ,
പാത്രങ്ങൾ, നാണയങ്ങൾ, അതായത് അവരുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എന്തിലും ഉണ്ടാവും, ആ മഹാശിലാ സ്മാരകങ്ങളിലും കാണപ്പെടാം. അതായത് അതിൻ്റെ കൂടെ, ആ ശവസംസ്കാരത്തിൻ്റെ കൂടെ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അടുത്ത കാര്യം, ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കൂ. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുള്ള ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളാണ്. ആ രീതിയിലുള്ള പിക്ചർ ഒന്ന് നോക്കിക്കോളാം. ഇടത് ഭാഗത്ത് ആ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? കത്തി ഉണ്ടാവും, വാളുണ്ടാവും, അരിവാള് കാണാം, കുന്തമുന കാണാം, മുക്കാലിപ്പീഠം കാണാം, വിളക്കുകൾ കാണാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സഹായമായിട്ടുണ്ട്. ഭക്ഷണശേഖരത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യോൽപാദനത്തിലേക്കാണ് ഇവർ പുരോഗമിച്ചിരിക്കുന്നത്. ഭക്ഷണ ശേഖരത്തിൽ നിന്ന് മാറിയിട്ട് എന്തിലേക്ക് വന്നു? ഭക്ഷ്യോൽപാദനത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇവർ. ക്ലിയർ? അതിനുശേഷം നമ്മുടെ ദക്ഷിണേന്ത്യയുടെ ഒരു രാഷ്ട്ര രൂപീകരണം എങ്ങനെയാണെന്നുള്ള പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്, ദക്ഷിണേന്ത്യയുടെ ഭാഗമായിട്ട് കുറേ രാജവംശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് പ്രാചീന തമിഴകത്തിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ചേരർ, ചോളർ, പാണ്ഡ്യർ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ടവ. അതിൻ്റെ ഭാഗമായിട്ട് വഞ്ചി, ഉറയൂർ, മധുരൈ എന്നുള്ള പ്രദേശങ്ങളൊക്കെ പരിചയപ്പെട്ടുകൂടാ. ചേരർ, ചോളർ, പാണ്ഡ്യർ എന്ന് പറയുന്ന ആ പ്രാചീന തമിഴക ഭൂപ്രദേശങ്ങളും അതിൻ്റെ ആസ്ഥാനങ്ങളായിട്ടുള്ള ചേരരുടെ വഞ്ചി, ചോളരുടെ ഉറയൂർ, പാണ്ഡ്യരുടെ മധുരൈ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കി വെച്ചുകൊള്ളാം. അപ്പോൾ ഓരോരോ ആൾക്കാരുടെ തലസ്ഥാനങ്ങളൊക്കെ ഇവിടുന്ന് പരിചയപ്പെട്ട് പോയിക്കോളണേ. കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട്, ഈ ഭൂപ്രദേശങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉൾപ്പെടുന്നത് എന്ന രീതിയിലൊക്കെ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ കാര്യം ഒന്ന് പരിചയപ്പെട്ട് പോവുക. ആ ചിത്രത്തിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ആ ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് എന്ത് വിളിച്ചു? തമിഴകം എന്ന രീതിയിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പ്രാചീന തമിഴകം എന്ന രീതിയിലാണ് നമ്മൾ ഹെഡിങ് കണ്ടിട്ടുള്ളത്. അടുത്ത കാര്യം, പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ. പ്രധാനപ്പെട്ടവയാണ് ഇത് പഴന്തമിഴ് പാട്ടുകൾ. അത് മാത്രമാണോ? അല്ല. നാണയങ്ങൾ കിട്ടാം, നാണയങ്ങളിൽ നിന്ന് കിട്ടാം, സഞ്ചാരക്കുറിപ്പുകളിൽ നിന്ന് കിട്ടാം, പല രീതിയിലുള്ള ലിഖിതങ്ങളിൽ നിന്ന് കിട്ടാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ രീതിയിൽ പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരം നൽകുന്ന എന്ത് തന്നെയാണ്? പഴന്തമിഴ് പാട്ടുകൾ തന്നെയാണ്. അപ്പം ആ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് ഏതെന്ന് മനസ്സിലാക്കി വെക്കുക. സംഘസാഹിത്യ കൃതികൾ. എന്താണ്? സംഘസാഹിത്യ കൃതികൾ. അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? നമ്മൾ ആ സംഘസാഹിത്യ കൃതികളൊക്കെ പരിചയപ്പെടും കേട്ടോ. അപ്പോൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കേണ്ടത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് എന്ത്? സംഘകാല കൃതികൾ. ഓക്കെ ആണോ? അടുത്തത് സംഘം കൃതികൾ എന്താന്ന് പരിചയപ്പെടാം നമുക്ക്. അതായത് സംഘം കൃതികളെ പൊതുവിൽ അകപ്പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെ രണ്ടെണ്ണം? അകമ്പാട്ട്, പുറംപാട്ട്. അതായത് പേരിൽ പറയുന്നത് പോലെ തന്നെ കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും കുറിച്ച് പരാമർശിക്കുന്നവയാണെന്ന് പറയുന്നത് അകമ്പാട്ടുകൾ. വീട്ടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതാണ് അകമ്പാട്ടുകൾ. ഇതിനു പുറമെ സാമ്പത്തികം, രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് ഏത്? പുറംപാട്ടുകൾ. പുറത്തുള്ള കാര്യങ്ങളാണ് അല്ല, രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക കാര്യങ്ങൾ പരാമർശിക്കുന്നതാണ് ഏത്? പുറംപാട്ടുകൾ. ഇതാണ് സംഘകൃതികൾ എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സംഘകൃതികളുടെ പ്രധാനപ്പെട്ട പുറനാനൂറിലെ കുറച്ച് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ആ രീതിയിലുള്ള വാക്കുകൾ, യാതും ഉരേ യാവരും കേളിർ എന്ന രീതിയിൽ തുടങ്ങുന്ന വാക്കുകൾ ഏത് കൃതിയിലാണെന്നുള്ള ഒരു പക്ഷേ ചോദിക്കാം. കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ആ വാക്കുകളുടെ മീനിങ് ഇങ്ങനെയാണ്: എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. ഓക്കെ, അതായത് യാതും ഊരേ യാവരും കേളിർ, എല്ലാം നമ്മുടെ നാട് തന്നെയാണ്. പിന്നെ തീതും തൻറ്റും പിറർ തരവാര് വര, അതായത് നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാവരും,
അതേപോലെ തന്നെ തിന്മയോ നന്മയോ ഒന്നും തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല എന്നുള്ള കാര്യമാണ് ആ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകേണ്ടത്. ഓക്കെ, അതിൻ്റെ മീനിങ് അവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുക്കൾ താഴോട്ടേക്ക് വരുന്നുണ്ട്. സംഘസാഹിത്യ കൃതികളായ പുറനാനൂറിലെ വരികളാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. അതേപോലെ തന്നെ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. അപ്പോൾ എന്താ സംഘങ്ങൾ? മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടമായിരുന്നു എന്ത്? സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അതിനാൽ ഈ പാട്ടുകൾ സംഘകൃതികൾ എന്ന രീതിയിൽ പറയുന്നു അല്ലേ. അപ്പോൾ അവര് എവിടെയായിരുന്നു? മധുര കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പാട്ടുകൾ സംഘകൃതികൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തെ എന്ത് പറയുന്നു? സംഘകാലം എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ പുറനാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പരിചയപ്പെടാനുള്ളത്. നോക്കാം. അടുത്ത കാര്യം, സംഘസാഹിത്യ കൃതികൾ ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് കുറുന്തൊകൈ, ഒന്നാമത്തെ കുറുന്തൊകൈ. പിന്നെ നറ്റിണൈ, പിന്നെ അകനാനൂറ്, പതിറ്റുപത്ത്. അതിനകത്ത് നിങ്ങൾ കേട്ട കൃതികൾ ഏതൊക്കെയായിരിക്കും? അകനാനൂറും പതിറ്റുപത്തും കേട്ടതായിരിക്കും അല്ലെ. ഇതിന് പുറമെ കുറുന്തൊകി, നാറ്റിണി ഇങ്ങനെയുള്ള കൃതികളൊക്കെ സംഘകാല കൃതികളിൽ ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ സംഘ സാഹിത്യ കൃതികളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ സംഘ സാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളെ കുറിച്ചുകൂടി മനസ്സിലാക്കി വെച്ചുകൊള്ളണം. അതിന് എക്സാമ്പിളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. നമുക്കിതെന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. തിരുക്കുറലും ചിലപ്പതികാരവും മണിമേഖലയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് ഏത്? തിരുക്കുറൽ. അപ്പോൾ അത് ആരാ രചിച്ചതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് തിരുവള്ളുവരാണ് രചിച്ചിരിക്കുന്നത്. തിരുക്കുറൽ തിരുവള്ളുവർ. പേരിൻ്റെ അകത്ത് തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. തിരുക്കുറൽ ആരാ? തിരുവള്ളുവർ. നെക്സ്റ്റ് ചിലപ്പതികാരം അത് രചിച്ചിരിക്കുന്നത് ഇളങ്കോ അടികൾ. അതായത് കോവലന്റെയും കണ്ണകിയുടെയും കഥ പറയുന്ന ചിലപ്പതികാരം എന്നാ പറയാ നമ്മൾ. അപ്പോൾ ആ രീതിയിലുള്ള കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളങ്കോ അടികളാണ്. കൃതി ഏതാ? ചിലപ്പതികാരം. ആരുടെ കഥയാ പറയുന്നത്? കോവലന്റെയും കണ്ണകിയുടെയും കഥ പറയുന്നതാണ്. നെക്സ്റ്റ് മണിമേഖല രചിച്ചിരിക്കുന്നത് ചാത്തനാർ ആണ്. അതായത് ചീത്തലൈ ചാത്തനാർ എന്ന രീതിയിലുള്ള വ്യക്തിയാണ് എന്ത് രചിച്ചിരിക്കുന്നത്? മണിമേഖല രചിച്ചിരിക്കുന്നത്. ചീത്തലൈ ചാത്തനാർ. അതായത് കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് ഏത്? മണിമേഖല. ഓക്കെ, കിട്ടുമല്ലോ. മണിമേഖല കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്നതാണ്. അതേപോലെ കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്നത് ചിലപ്പതികാരം. തിരുക്കുറലാണെങ്കിൽ തമിഴ് സാഹിത്യത്തിൽ അനശ്വര കൃതികളിൽ ഒന്നാണ്. അത് രചിച്ചിരിക്കുന്നത് തിരുവള്ളുവരാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. അടുത്തായിട്ട് സംഘകാലത്തെ സാമൂഹ്യ സാമ്പത്തിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, സംഘകൃതികളിൽ ഉൾപ്പെട്ട പഴന്തമി പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ സാമൂഹ്യ ജീവിതം, കൃഷി, കാലിമേക്കൽ, ഉപ്പ് കുറയ്ക്കൽ, ജലവിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ സംഘകാലത്തെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാം. നോക്കാം നമുക്ക്. സാമൂഹ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അവിടെ എന്താണ്? തൊഴിലിനെ അടിസ്ഥാനമാക്കി സാമൂഹ്യ വിഭജനം നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വിഭജനം ഉണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ടോ സാമൂഹ്യമായ വേർതിരിവുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ സ്ത്രീക്കും പുരുഷനും സമത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് സാമൂഹ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സാമ്പത്തിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഉപജീവന മാർഗങ്ങൾ നോക്കുക നിങ്ങൾ. കന്നുകാലി മേക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ എന്തായിരുന്നു? പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങളായിരുന്നു ആ സമയത്ത്. പിന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ച് കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികളിൽ നിന്ന് വാങ്ങിയിരുന്നത്.
വിദേശികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വിദേശികൾ ഇങ്ങോട്ടേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവരെന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ അവരങ്ങോട്ടേ കൊണ്ടുപോയത് നമ്മളെ കുരുമുളക് പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളാണ്. അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? പിന്നെ ഈ സംഘകാലത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണല്ലോ തിണകൾ. എപ്പോഴും നമുക്ക് ഓർത്ത് വെക്കേണ്ട സംഭവമാണ് തിണകളെ കുറിച്ച്. അതായത് സംഘകാലഘട്ടത്തിൽ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ 5 ഭൂവിഭാഗങ്ങൾ സംഘകൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ 5 ഉള്ളത്. അതിന് 5 തിണകൾ എന്ന രീതിയിൽ, ഐന്തിണകൾ എന്ന രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തിണയിലെയും ജനങ്ങളുടെയും ജീവിത രീതി എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഉപജീവന മാർഗം എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഇവരുടെ തിണകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പേര് വന്നിട്ടുള്ളത്. നോക്കി, കുറിഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കാടുമായിട്ടെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ആ രീതിയിൽ കാടുമായിട്ട് ബന്ധപ്പെട്ടതും മലയായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് ഏത്, കുറിഞ്ചി എന്നുള്ള തിണ. അവിടെയുള്ള ഉപജീവന മാർഗം എന്തായിരിക്കും? അപ്പം കാടും മലയൊക്കെ ആണെങ്കിൽ അവിടെയുള്ള വനവിഭവങ്ങൾ ശേഖരിക്കലും വേട്ടയാടലും ഒക്കെ ആയിരിക്കുമല്ലോ അവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചോളാം. പിന്നെ അടുത്ത തിണയാണ് മുല്ലൈ. 5 തിണകൾ. ആ 5 തിണകൾ ഇതൊക്കെയാണ്: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. 5 എണ്ണം. ആ 5 എണ്ണത്തിൽ ഓരോന്നിനും ഓരോ ഭൂസവിശേഷത. കുറിഞ്ചി പരിചയപ്പെട്ടു. മുല്ലൈ സിമ്പിളായിട്ട് കണക്ട് ചെയ്തോളാം. ഒരു മുല്ലപ്പൂവെല്ലാം വീണ് കിടക്കുന്ന കാണാൻ സുഖം ഉണ്ടാവുക, ഒരു പുൽമേടുകളൊക്കെ അല്ലേ? ആ രീതിയിൽ പുൽമേടുകളും കുറ്റിക്കാടുകളൊക്കെ ഉൾപ്പെട്ട പ്രദേശമാണ് ഇത് മുല്ലൈ. അപ്പോൾ പുൽമേടുകളാണ് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഉപജീവന മാർഗം എന്താ? ആ പുല്ലിൽ നമ്മൾ എന്ത് ചെയ്യും? കന്നുകാലികളെ മേയ്ക്കും അല്ലേ? അപ്പോൾ കന്നുകാലി മേയ്ക്കലാണ് അവിടുത്തെ ഉപജീവന മാർഗം. കിട്ടുമല്ലോ. എന്നുവെച്ചാൽ പാലയാണ്. പാല എന്ന് പറയുമ്പം തീരെ വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശങ്ങളിലൊക്കെ അല്ലേ നമ്മൾ പാലൊക്കെ കുടിക്കുക അല്ലേ? വെള്ളം ഉണ്ടാവില്ല, പിന്നെ പാലേ കുടിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ വരണ്ട പ്രദേശമാണ്, ജനങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടേക്ക് വരുന്ന ആൾക്കാരെ കവർച്ച ചെയ്യാനും കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാകും. ആ രീതിയിലായിരുന്നു അവിടെയുള്ള ജനവിഭാഗങ്ങളുടെ ഉപജീവന മാർഗം. നെക്സ്റ്റ് മരുതാണ്. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്. ഈ ഭാഗത്തിൽ മരുതം എന്ന് പറയുമ്പോൾ വയൽപ്രദേശം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൃഷിയായിരിക്കും അവിടെയുള്ള ഉപജീവന മാർഗം അല്ലെ? നെക്സ്റ്റ് നെയ്തൽ. നെയ്മീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ തീരപ്രദേശം. ആ രീതിയിൽ കണക്ട് ചെയ്തുള്ള തീരപ്രദേശം ആട്ടോ. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കും? മീൻപിടുത്തായിരിക്കും. അതേപോലെ തന്നെ ഉപ്പ് കുറുക്കലായിരിക്കും. ഇതൊക്കെയാണ് അവിടെയുള്ള ജോലി. കിട്ടിയല്ലോ? കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. തിണകൾ 5 എണ്ണം. ഈ തിണകളെയാണ് ഐന്തിണകൾ എന്നറിയപ്പെടുന്നത്. തിണകൾ ഇതൊക്കെയാണ്: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ആ 5 തിണകളിൽ ഓരോന്നിൻ്റെയും ഭൂസവിശേഷതയും അതേപോലെ തന്നെ അവിടെയുള്ള ഉപജീവന മാർഗവും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളാം. സിമ്പിൾ കാര്യമാണ്, കൃത്യമായിട്ട് കണക്ട് ചെയ്തോളണം. അടുത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത അങ്ങാടികൾ എന്ന രീതിയിലൊരു ടേം പഠിക്കുന്നു. അതായത് പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണ, അതേപോലെ തന്നെ നാളങ്ങാടി. ഇതാണ് 2 രീതിയിലുള്ള അങ്ങാടികൾ. അല്ലലാവണം എന്ന് പറയുന്നത് അന്തിച്ചന്തയായിരുന്നു. നാളങ്ങാടി എന്ന് പറയുന്നത് അത് പകൽച്ചന്തയായിരുന്നു. ആ രീതിയിൽ 2 ചന്തകൾ ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു അങ്ങാടികൾ ആ സമയത്ത്. അങ്ങാടി എന്ന് പറഞ്ഞാൽ ചന്തകൾ അല്ല. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഇവിടെ കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്ലലാവണം, നാളങ്ങാടി, ഈ സംഭവങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കി വെക്കുക? ഈ പ്രാചീന തമിഴകമായിട്ട് ബന്ധപ്പെട്ട ചന്തകൾ, അങ്ങാടികളായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, വിഭവ കൈമാറ്റമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വ്യാപാര കേന്ദ്രങ്ങളാണ്, ഇവിടെയുള്ള വ്യാപാര കേന്ദ്രങ്ങളാണ് എന്ത് പറയുന്നത്? അങ്ങാടികൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത കാര്യം, പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന രാജവംശങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികളായിരുന്നു ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികൾ. ഇവരെ ഒന്നായിട്ട് മൂവേന്തർ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ. മൂവരശർ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ഭരണാധികാരികൾ. അപ്പം തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നുണ്ടായിരുന്നു. മൂവേന്തർക്കായിരുന്നു അധികാര പരിധി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ രാജാക്കന്മാരെ
കോൻ കഡൂങ്കോ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഭരണാധികാരികളായിരുന്ന ആര്? കോൻ കഡൂങ്കോ. എന്താണ്? കോൻ കഡൂങ്കോ. അപ്പം ഓരോന്നിൻ്റെയും തലസ്ഥാനങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഭാഗം പറഞ്ഞു കഴിഞ്ഞാണ് നിങ്ങൾ എന്ത് ചെയ്തോളുക, കൃത്യമായിട്ട് ആ ഭാഗം ഒന്ന് പരിചയപ്പെട്ടുള്ള ആ മൂവേന്തന്മാരുടെ തലസ്ഥാനം ഏതാന്നുള്ളത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പരിചയപ്പെട്ട് വെച്ചോളൂ കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഈ സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിൽ കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് എന്തായിട്ട് മാറുന്നു? പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിൽ കീഴിലായിരുന്ന പ്രദേശങ്ങൾ എന്ത് ചെയ്തു? പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. അപ്പോൾ ആ ഭാഗത്തിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കി, മഹോദയപുരത്തെ പെരുമാക്കൾ എന്ന രീതിയിൽ പരിചയപ്പെട്ടുകൊള്ളാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C9 നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം, അതായത് മഗോദൈ എന്നാണ് ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് കേട്ടോ. അത് കേന്ദ്രമാക്കിയിട്ട് ആര് സ്ഥാപിക്കപ്പെട്ടു? പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ചേരരുടെ അടുത്ത് നിന്നാണ് പെരുമാക്കളിലേക്ക് മാറിയത്. അപ്പോൾ അതിനുശേഷം പിൽക്കാല ചേരർ എന്നറിയപ്പെട്ട ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാക്കളാണ്. ഇവിടുത്തെ രാജാക്കന്മാര് പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടുത്തായിട്ട് മഹോദയപുരം ഒന്ന് പരിചയപ്പെടാം. അതായത് C9 നൂറ്റാണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ കാലഘട്ടത്തിലാണ് മഹോദയപുരത്തെ പെരുമാക്കളൊക്കെ ആ രീതിയിൽ എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത് അല്ലേ. അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് C9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ട് തുടക്കം വരെ നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഏത്? മഹോദയപുരം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ എങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണു രവി ഇന്ദുക്കോത, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികൾ? രാമരാജശേഖരൻ, സ്ഥാണു രവി, ഇന്ദുക്കോത, ഭാസ്കര രവി ഇവരാണ് പ്രധാനപ്പെട്ട ഭരണാധികാരികളായിട്ടുണ്ടായിരുന്നത്. ഓർത്ത് വെച്ചോളണേ. അടുത്ത കാര്യം, പെരുമാൾ ഭരണം എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് തിരിക്കുന്ന ഇവരെന്ത് ചെയ്തു? വിവിധ നാടുകളായിട്ട് തരംതിരിക്കുകയാണ്. നാടുകൾ എന്ത് ചെയ്തു? ദേശങ്ങളാക്കി തരംതിരിച്ചു. ദേശങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും കരകളായിട്ട് വിഭജിച്ചു. നാടുകളുടെ ഭരണം നാടുവാഴികളിൽ. നാടുകൾ ഭരിച്ചതാര? നാടുവാഴികൾ. കിട്ടിയല്ലോ. ദേശങ്ങൾ പെരുമാൾ ഭരണകാലത്ത് നാടുകളായി തരംതിരിച്ചു. നാടുകളുടെ ഭരണം നാടുവാഴികളിൽ, ദേശങ്ങളുടെ ഭരണം ദേശവാഴികള്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ കരകളുടെ ഭരണം നിർവഹിച്ചത് പഞ്ചായത്തുകൾ. ആ പേര് മാത്രമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ. കരകളുടെ ഭരണം ആരാ? പഞ്ചായത്തുകളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നാട് നാടുവാഴി, ദേശം ദേശവാഴി, അടുത്ത കരയാണെങ്കിൽ പഞ്ചായത്ത്. പിന്നെ ദേശവാഴികൾ എങ്ങനെയായിരുന്നു? ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. നെക്സ്റ്റ്, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വ്യക്തി പെരുമാളാണ് കേട്ടോ. അതായത് ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കുണ്ടായിരുന്നത്? പെരുമാളിനായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ക്ലിയർ? അപ്പം ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ട ആശയപടം ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. പറഞ്ഞ കാര്യം തന്നെയാണ്. ജസ്റ്റ് ഈ ഭാഗം കൂടി ഒന്ന് പരിചയപ്പെട്ടുകൊള്ളാം. കിട്ടുമല്ലോ? ഈ ഭാഗം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയല്ലോ. നെക്സ്റ്റ്, സാമ്പത്തിക പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും അതായത് നികുതിയും പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾ കാരണമായിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ ആകമാന നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായമായി.
അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ആ സമയത്ത് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ആ കച്ചവട സംഘങ്ങൾ, വാണിജ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കച്ചവട സംഘങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള. അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ, ഇതൊക്കെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന കച്ചവട സംഘങ്ങൾ കേട്ടോ. അടുത്ത കാര്യം, ഇവരുടെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് നോക്കാം. അതായത് കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായിട്ട് മാറിയിരുന്നു ഈ കാലഘട്ടത്തിൽ. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ഏത് മാറി? ക്ഷേത്രങ്ങൾ മാറി. പിന്നെ ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ എന്ത് രൂപം കൊണ്ടു? ജാതി വ്യവസ്ഥ രൂപം കൊണ്ടു. പിന്നെ വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആദ്യം എന്ത് വന്നു? ക്ഷേത്രങ്ങൾ. പിന്നീടായിട്ട് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ രൂപം കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു? വികാസം പ്രാപിച്ചു. പിന്നെ അടുത്തായിട്ട് എന്ത് ചെയ്തു? ഈ ക്ഷേത്രങ്ങളിൽ കൂത്തും കൂടിയാട്ടവും പോലെയുള്ള അനുഷ്ഠാന കലകൾ എന്ത് ചെയ്തു? വികാസം പ്രാപിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാംസ്കാരിക ജീവിതമായിട്ട് ഓർത്തു വെക്കേണ്ടത്. കിട്ടിയോ? അടുത്ത കാര്യം, 12ാം നൂറ്റാണ്ട് വരെയാണ് പെരുമാൾ ഭരണകാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞു. 12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ എന്ത് ചെയ്തു? പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായിട്ട് അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെടുന്നു. തുടർന്ന് പെരുമാക്കരുടെ ഭാഗമായിരുന്ന പല നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ നാടുകൾ എന്ത് ചെയ്തു? സ്വതന്ത്രമായിട്ട് മാറി. അപ്പോൾ 12ാം നൂറ്റാണ്ടോടെ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതിനുശേഷം നാടുവാഴികളായിരുന്നു. അതായത് നാടുവാഴി സ്വരൂപങ്ങൾ എന്നാ പറയാം. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് എന്ത് ചെയ്തു? നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന രീതിയിൽ അറിയപ്പെട്ടു. അതായത് മരുമക്കൽ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളുടെ സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മരുമക്കത്തായം സംബന്ധിച്ച് അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു എന്ത്? സ്വരൂപങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ രീതിയിൽ കൂട്ടുകുടുംബങ്ങൾ സ്വരൂപങ്ങളെ നിയന്ത്രിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നീട് മക്കത്തായം, മരുമക്കത്തായം എന്താന്നുള്ള ഭാഗം പരിചയപ്പെടാൻ പറയുന്നുണ്ട്. അതായത് മക്കത്തായം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ സംവിധാനം. ഇനി മരുമക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് മരുമക്കത്തായം എന്ന് ആലോചിച്ച് വെക്കുക. അതായത് സിമ്പിളാണ്. പണ്ട് കാലത്ത് കേരളത്തിൽ നിന്നിരുന്ന പ്രധാനപ്പെട്ട പിന്തുടർച്ച അവകാശ രീതികളാണ് മക്കത്തായം, മരുമക്കത്തായം. പിതാവിൽ നിന്ന് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് മക്കത്തായം. സഹോദരിയുടെ പുത്രന് കൊടുക്കുകയാണെങ്കിൽ അതാണ് മരുമക്കത്തായം. ഈ രീതിയിൽ രണ്ട് വ്യവസ്ഥയായിരുന്നു മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നത്. ഓർത്ത് വെച്ചോളണം. ഇപ്പം എല്ലാം പ്രധാനമായിട്ടും ഏത് തന്നെയാണ്? മക്കത്തായം എന്നുള്ള സമ്പ്രദായമാണ് ഇപ്പം നമ്മൾ പിന്തുടർന്ന് വരുന്നത്. അല്ല, മുമ്പ് ഏതുണ്ടായിരുന്നു? മരുമക്കത്തായം എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ഭാഗം നാടുവാഴി സ്വരൂപങ്ങൾ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. കോലത്ത് നാട് കേട്ടതായിരിക്കും, നെടിയുരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ. അപ്പോൾ ഇത്രയും നാടുവാഴി സ്വരൂപങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. കണ്ണൂർ ഭാഗത്ത് കോലത്ത് നാട്, കോഴിക്കോട് ഭാഗത്തായിട്ട് നെടിയുരുപ്പ് സ്വരൂപം, അതേപോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപമാണെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട്, വേണാട് ഭാഗത്താണെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഭാഗത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം എന്ത് ചെയ്യുന്നു? കൂടുതൽ വ്യാപകമാകുന്നു. അപ്പോൾ നാടുവാഴി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തോടെയാണ് എന്തുണ്ടാവുന്നത്? ജന്മി സമ്പ്രദായം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കിട്ടിക്കൊള്ളാം. അങ്ങനെയാണല്ലോ ഇവരെന്തായാലും ജന്മി, നാടുവാഴി എന്നുള്ള ടേമെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചുകൊള്ളാം. പിന്നീട് മധ്യകാല കേരളത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സമ്പ്രദായമാണ് ഏത്? ജന്മി എന്ന് പറയുന്നത്. അവർക്കായിരുന്നു ഏത് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത് അല്ലേ?
ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായിട്ടാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. അതായത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ജന്മി നാടുവാഴികളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ആ രീതിയിലാണ് നാടുവാഴി സ്വരൂപം എന്ന രീതിയിലൊക്കെ നിങ്ങൾ പരിചയപ്പെടേണ്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോലത്ത് നാട്, നെടിയുരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂര്, അതൊക്കെ എവിടെയൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും അവിടെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ഒന്ന് എന്ത് ചെയ്യുക, ഈ പിക്ചർ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇത് ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടിക്കോളും. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അടുത്ത കാര്യം നോക്കിയേ, കോലത്ത് നാട് സ്വരൂപം പരിചയപ്പെട്ടതിൽ ഒന്നാമത്തെ കോലത്ത് നാട് സ്വരൂപം. അത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? കണ്ണൂരാണ്. കണ്ണൂർ കേന്ദ്രമാക്കിയാണ് ഭരണം. അവരുടെ ഭരണാധികാരികളെ അറിയപ്പെട്ടതാണ് ഇത് കോലത്തിരി. കോലത്ത് നാട് കോലത്തിരി കിട്ടിയല്ലോ. പിന്നെ നെടിയുരുപ്പ് നമ്മളെ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് അവിടെ സാമൂതിരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കിട്ടേണ്ട കാര്യം ഇങ്ങനെയാണ്: കോഴിക്കോട് കേന്ദ്രമാക്കിയാണ് ഭരണം. ഭരണാധികാരി സാമൂതിരി എന്നാണ് അറിയപ്പെട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ സാമൂതിരിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ മാമാങ്കമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി എന്ത് ചെയ്തു? വർദ്ധിച്ചിട്ടുണ്ട്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? സാമൂതിരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു നെടിയുരുപ്പ് സ്വരൂപം. അടുത്ത പെരുമ്പടപ്പാണ്. കൊടുങ്ങല്ലൂരാണ് പ്രധാനപ്പെട്ട പ്രദേശം ആ ഭാഗത്തുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് മാറിയത്. പിന്നീട് എന്ത് ചെയ്യാണ്, ഇത് കൊച്ചി രാജവംശം എന്ന രീതിയിൽ പേര് കിട്ടുകയാണ് ഇതിന് ചെയ്യുന്നത്. ആ രീതിയിലാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ തൃപ്പാപ്പൂരാണെങ്കിൽ കേരളത്തിന് തെക്കു ഭാഗത്തായിട്ടായിരുന്നു ഈ സ്വരൂപം ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്യാണിത്, തിരുവിതാംകൂർ എന്ന രീതിയിലേക്ക് ഇത് മാറുകയാണ്. ആ രീതിയിലൊരു പ്രബല നാട്ടുരാജ്യമായിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരായിട്ടൊക്കെ മാറുകയാണ് ഈ ഭാഗം അല്ലേ. അടുത്ത കാര്യം മാമാങ്കത്തെക്കുറിച്ച് ഞാൻ ചെറിയൊരു കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, എവിടെയാ ഏത് നദീതീരത്താണ് നടന്നിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ തീരത്താണ്. 12 വർഷത്തിൽ ഒരിക്കലായിരുന്നു ഈ ഉത്സവം ഉണ്ടായിരുന്നത്. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ആർക്ക് കിട്ടി? സാമൂതിരിക്ക് കിട്ടിയിട്ടുണ്ട്. സാമൂതിരി പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ആദ്യം ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്? വള്ളുവ കോനാതിരിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? സാമൂതിരി പിടിച്ചെടുക്കുക ചെയ്യുന്നത്. ഓർത്ത് വെക്കേണ്ട കാര്യം, നദി ഭാരതപ്പുഴ 12 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഭരണാധികാരിയുടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഇതാണ് മാമാങ്കത്തെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് വേണാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് വേണാടാണ് തിരുവിതാംകൂർ എന്ന ശക്തമായ നാട്ടുരാജ്യമായിട്ട് വികാസം പ്രാപിക്കുന്നത്. അവിടെ എന്ത് ചെയ്തു? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു? ആദ്യ രാജാവായിട്ട് വരികയാണ്. അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ മഹാരാജാവായിരുന്നു അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. പിന്നീട് ശക്തൻ തമ്പുരാന്റെ സ്വരൂപത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? പെരുമ്പടപ്പ് സ്വരൂപം എന്ന രീതിയിൽ പറയുന്നത്. അതായത് ശക്തൻ തമ്പുരാൻ എന്ത് ചെയ്യാണ്? പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റാണ് ചെയ്തത്. അങ്ങനെയാണ് കൊച്ചി രാജ്യം ഒക്കെ രൂപം കൊള്ളുന്നത്. അപ്പോൾ വേണാട് തിരുവിതാംകൂറായി, അതേപോലെ തന്നെ പെരുമ്പടപ്പ് എന്തായിട്ട് മാറി? കൊച്ചി രാജവംശമായിട്ട് മാറിയിട്ടുണ്ട്. കിട്ടിയല്ലോ. അടുത്തതായിട്ട് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും ശക്തൻ തമ്പുരാനെക്കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങൾ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അതായത് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ആ സമയത്ത് എന്ത് ചെയ്തു? ഭൂപ്രമാണിമാരായിരുന്ന 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂർ രാജവംശമൊക്കെ സ്ഥാപിക്കുന്നത്. പിന്നെ രാജ്യത്തെ ഭൂമി എന്ത് ചെയ്തു? അളന്ന് തിട്ടപ്പെടുത്തി, തൃപ്പടിദാനം നടത്തി. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് പാഠപുസ്തകത്ത് പറയുന്നത്. ഇതേപോലെ തന്നെ ശക്തൻ തമ്പുരാൻ എന്ത് ചെയ്തു? ആ സമയത്തുണ്ടായിരുന്ന നാടുവാഴികളെ എന്ത് ചെയ്തു? അമർച്ച ചെയ്ത് പിന്നീട് വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പിന്നെ തൃശ്ശൂർ പൂരം അതിന് തുടക്കം കുറിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി വെച്ചുകൊള്ളാം. തൃപ്പടിദാനം നടത്തിയത്, രാജ്യത്തെ അളന്ന് ഭൂമി തിട്ടപ്പെടുത്തിയത്, 8 വീട്ടിൽ പിള്ളമാരെ മാടമ്പിമാരെ അമർച്ച ചെയ്തൊക്കെ അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ തന്നെ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും നാടുവാഴികളെ അമർച്ച ചെയ്യുകയും തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചൊക്കെ കൊച്ചി ഭാഗത്തുള്ള ശക്തൻ തമ്പുരാനാണ്. ഓക്കെ, അതാണ് മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചി ഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആ രാജാവ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പാഠപുസ്തകത്ത് പറയുന്നത്. കിട്ടിയല്ലോ.
അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തൃപ്പടിദാനം എന്താന്നുള്ളതും അത് എന്നാണ് നടന്നത് എന്ന കാര്യമാണ് പരിചയപ്പെടാനുള്ളത്. നോക്കാം നമുക്ക്. 1950 ജനുവരി 3 എന്ത് നടക്കുന്നത്? തൃപ്പടിദാനം നടക്കുന്നത്. അപ്പൊ ഡേറ്റ് കിട്ടിയല്ലോ, 1750 ജനുവരി 3 നടക്കുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അത് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് തൃപ്പടിദാനം നടക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭൻ എന്ത് ചെയ്യുന്നു? തൻ്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാള് എന്ത് ചെയ്യുന്നു? അടിയറ വെച്ചിട്ട് പത്മനാഭദാസനായിട്ട് മാറുന്ന ആ ക്രിയനെ വിളിക്കുന്ന പേരാണെന്ത്? തൃപ്പടിദാനം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, അതിര് കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിന് കീഴിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമാണ് ഏത്? ഈ തൃപ്പടിദാനം എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ട പോയിന്റ് 1750 ജനുവരി 3 എന്നുള്ള കാര്യം. ആരാ നടത്തിയത്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കാര്യം കിട്ടിയല്ലോ. നെക്സ്റ്റ്, പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കുന്നുണ്ട്. സ്വയംഭരണ പ്രദേശങ്ങളായിട്ട് നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിമറിക്കുന്നുണ്ട്. പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നു? ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ കേരളം രൂപീകരിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുണ്ട്. അതായത് തിരുക്കൊച്ചി സംയോജനവും കേരള സംസ്ഥാനത്തെ രൂപീകരണവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുള്ള വസ്തുതകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മളെ കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം കാര്യങ്ങളിൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചോളാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റിലൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഓരോ ഭാഗത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ട് പോയിക്കൊള്ളുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.